എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഞാൻ കോതമംഗലത്ത് പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ആമ്പലിൻ്റെയും അതുപോലെ തന്നെ താമരയുടെയും നഴ്സറി കാണാനായിട്ട് വന്നതാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ നഴ്സറി വന്നിരുന്നു കേട്ടോ. അന്ന് ഇവിടെ വന്നപ്പോൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. വീണ്ടും ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ നമ്മൾ വീണ്ടും ഈ നഴ്സറി സന്ദർശിക്കാൻ വന്നതാണ്. ഈ നഴ്സറിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം. ഇതിൻ്റെ ഓണർ നമ്മുടെ കൂടെയുണ്ട്. ഈ നഴ്സറിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാം. ഈ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഏതൊക്കെ വെറൈറ്റി താമര നമുക്കുള്ളത് ഇപ്പോൾ? ഇപ്പോൾ അതിൻ്റെ പേരുകൾ ഞാൻ തമോ, രശ്മി, അഹില, പിങ്ക് ക്ലൗഡ്, പിന്നെ വൈറ്റ് പിയോണി, അങ്ങനെ പല ഏറ്റവും നല്ല ഓരോ പൂവ് കാണിച്ചു കൊടുക്കുക. കളർ ഞങ്ങളെ പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. ഇതാണ് തമോ. തമോ എന്ന് പറയും വെറൈറ്റിയുടെ. തമോ. ഓക്കെ. പലരും ഇത് ആയുർവേദമാണെന്ന് ചോദിക്കാൻ ശാസ്ത്രങ്ങളും ഒക്കെയാണ് എല്ലാവരും കേട്ടുന്നത്. പക്ഷേ ഇത് ആയുർവേദമല്ല, തമോ എന്നാണ് എൻ്റെ ഇത്. ആയുർവേദ വലകാലത്തുമാണ് പൂവുണ്ടാവുള്ളൂ. നമുക്ക് ഇതൊരു പോട്ടിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഈ പോട്ടോട് കൂടി നമ്മൾ മേടിച്ചോണ്ട് പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40 കിലോ വെയിറ്റ് എല്ലാവരും കൂടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഉണ്ടോ? വെയിറ്റ് കാണുമോ? 40 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ഒരു പോട്ട് കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 4-5 ചോട് താമര ഈ പോട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് ഡിവൈഡ് ചെയ്ത് ഇതുപോലെ തന്നെ വീണ്ടും പല പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എത്ര നാൾ വേണ്ടി വരും? പുഷ്പിച്ച് വരുന്ന ആ ഒരു കാലഘട്ടം ഞാൻ ചോദിച്ചത്. ഒരു 2 മാസം കൊണ്ട്. 2 മാസം കൊണ്ട് അത്ര പെട്ടെന്ന് തന്നെ ഹൈബ്രിഡ് പൂ ഇടും അല്ലേ? 2 മാസം കൊണ്ടൊക്കെ ആവും. അതിന്റെ അതെല്ലേ. ഇപ്പം ഈ വെള്ളം അങ്ങ് നമ്മൾ ചെരിച്ച് കളയുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു അനുഭവം വെച്ച് ഞാൻ പറയട്ടെ, എന്നെ കാണിച്ചു തന്നൊരു അനുഭവം വെച്ച് നമ്മൾ ഈ വെള്ളം അങ്ങ് ചെരിച്ച് കളയുന്നു. ഈ പൂവെല്ലാം മുകളിൽ പറിച്ച് കളയുന്നു. അതിനുശേഷം നമ്മൾ ഈ മണ്ണോട് കൂടി ഈ പോട്ട് കമത്തി ഇടുന്നു. അപ്പം ഇങ്ങനെ വള്ളിക്കെട്ട് പോലെ ഇങ്ങനെ ചൂരലിൻ്റെ തണ്ട് പോലെയുള്ള തണ്ടുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് എന്താണെങ്കിലും ഒരു 5-8-10 ചെറിയ 5-6 കിട്ടും. അപ്പോൾ പണം ഇരട്ടിക്കെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് മേടിച്ച ഒരു എമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോക്കുന്നത് നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും. നന്നായിട്ട് സംരക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഒരു ബോട്ട് മേടിച്ചാൽ നഷ്ടമൊന്നുമില്ല. ഒരിക്കലും നഷ്ടമില്ല. നമ്മളിപ്പോ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 3-4 തൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായാലൊക്കെ അതെല്ലേ. അടുത്ത ബോട്ടിലെ അടുത്ത നമുക്ക് താമരയിലേക്ക് പോവാം. ഇത് അഹില എന്ന് പറയും. ഒരു വെള്ള കളറിൽ സൈഡിൽ ഒരു പിങ്ക് കളറാണ്. ഇത് അഹിലയാണ്. അഹില. ആമ്പല് ബുൾസൈ എന്ന് പറയും. ഇതിപ്പോ 2 വർഷം മുമ്പ് നട്ടതാണ്. ഇപ്പൊ ഇത് മുട്ട് വന്നിട്ടുണ്ട്. താമര. ഇത് വൈറ്റ് പിയോണി. വേറൊരു വെറൈറ്റിയാണ് ഇത് പീക്കോ പിങ്ക്. ഇത് പീക്കോ പിങ്ക് എന്ന് പറയും ഇതിന്റെ പേര്. നല്ല ശോഭയുണ്ടല്ലേ. കുറച്ചുകൂടെ ഉള്ളില് എന്താ ഒരു സീഡ് പോട്ട് ഉണ്ട്. അതെ. ചിലപ്പോ സീഡ് ഉണ്ടാവും. തേനീച്ചകൾ ധാരാളം വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്. അതല്ലേ. അപ്പൊ ചെറിയ തേനീച്ച വളർത്തുള്ള ആൾക്കാരൊക്കെ ഇത് കൂടി കുറച്ച് ഫോട്ടൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ അത് താമരയുടെ തേൻ കുടിക്കാം അല്ലേ? ഇത് നോക്കട്ടെ കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു താമരപ്പൂവിന് നമുക്ക് മാർക്കറ്റിൽ ഇപ്പം എന്നാ വിലയുണ്ട്? അവൈലബിൾ അല്ലെന്ന് അറിയാം എങ്കിൽ തന്നെ എന്നാ വില കിട്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇവിടെ ഞാൻ വിലയ്ക്ക് കൊടുക്കുന്നില്ല. ഇവിടെ അമ്പലത്തിലൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാറാണ്. അടുത്തുള്ളവർക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ വാല്യുണ്ടോ താമരപ്പൂവിന്? വാല്യുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഞാൻ നെറ്റിൽ കയറി നോക്കിയപ്പോൾ 100 രൂപ 200 രൂപ ഒക്കെ വില കാണിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത്. താമരപ്പൂ കൊണ്ട് മാല കെട്ടാൻ മേലേ? ഇത് കർണ അല്ലേ? ഈ പേരൊക്കെ എങ്ങനെ പഠിച്ചു? തന്നെ പേരിട്ട പേര് വല്ലതും ആണോ? അല്ല, അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് അതിനെപ്പറ്റി പഠിക്കും. അതല്ലേ. ഇപ്പൊ നമ്മള് ഈ കർണ എന്ന് പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ നെറ്റ് നോക്കിയാൽ ഈ പൂ കിട്ടുമല്ലേ? കിട്ടുമല്ലേ.
അത് വേറൊരു ടൈപ്പാണ്. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സർവീസാണ് കൊടുക്കുന്നത്. എങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടുന്ന് വന്ന് മേടിച്ചുകൊണ്ട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയി മേടിച്ചു. അതുപോലെ തന്നെ നല്ല സർവീസാണ്, ഡീലിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു കേട്ടോ. അതെയോ? അത് പറയാതിരിക്കാൻ മേല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടായിട്ട് പറയുകയാണ്. എന്താണ് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് ഒരു മൈൻഡിലല്ല ഇവർ കാണുന്നത്. ഞങ്ങൾ പക്ക കൃഷിക്കാരാണ്. കൃഷി ആര് വന്നാലും കൃഷി നടാനായിട്ട് കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ കൃഷിക്ക് വേണ്ട നമുക്ക് എന്ത് അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ആ കാര്യം നമ്മുടെ സീക്രട്ട് പിന്നെ ഒന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നം ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഈ താമരയ്ക്ക് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യാറുള്ളത്? താമരയ്ക്ക് മെയിനായിട്ടും നമ്മൾ അടിവളമായിട്ട് നമ്മൾ നടുന്ന പാത്രത്തിന് ഒരു ഭാഗം ചാണകപ്പൊടി, അപ്പോൾ വലിയ പോട്ടാണെങ്കിൽ ഒരു വാളം എല്ലുപൊടി, അരവാളം വേപ്പ് പിണ്ണാക്ക്, അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ്. കിഴങ്ങാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ ആ കിഴങ്ങ് ആ മുകളിൽ അണ്ട് സ്റ്റാല് കയറിയാണ് താമര നടുന്നത്. അത് കഴിഞ്ഞ് അത് നട്ട് സെറ്റായി കഴിഞ്ഞ് ഒരു 15 ദിവസം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ DAP എന്നുള്ള വളം, രാസവളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ NPK 19. അതിപ്പോൾ വലിയ പോട്ടാണെങ്കിൽ ഒരു ടീസ്പൂണിന് ചെറിയ സ്പൂൺ, അതിന് ഒരു 2 ടീസ്പൂൺ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നടുക്കായിട്ട് വെച്ചുവിടണം. അതൊരു 15 ദിവസം കൂടുമ്പോൾ നമ്മളത് ചെയ്യണം. നടുഭാഗത്തായിട്ട് മണ്ണ് നീക്കിയിട്ടാണ് പേപ്പറിൽ പൊതിഞ്ഞിട്ട്. അതുപോലെ നമ്മൾ ഈ പോട്ടിൽ ഏത് സമയത്തൊക്കെയാണ് വെള്ളം നിർത്തേണ്ടത്? നട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോൾ വെള്ളം വേണം. താമര വെള്ളത്തിലല്ലേ വളരുന്നത്. ഇത് വാട്സന നമ്മൾ ഈ കണ്ടത്തി ഇങ്ങനെ കളകൾ ഉണ്ടാകുന്ന പോലെ നമ്മൾ ഈ പോട്ടിന്റെ അകത്തോടെ കളകൾ ഉണ്ടാകാറുണ്ട്, അത് പറിച്ച് കളയാറുണ്ട്. ഇതുപോലെ പൂവൊക്കെ ആയി കഴിയുമ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ പിന്നെ വളം ഇടണം? 15 ദിവസം ട്രീറ്റ് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ പൂക്കളും നമുക്ക് കിട്ടും. അതുപോലെ മരുന്നും അടിക്കണം. മരുന്ന് ടാറ്റാമയുടെ സാഫാണ് അടിക്കുന്നത്. വെച്ചാൽ ഇതിനൊരു ഈ ഇലയുടെ അടിയിലൊരു ഫംഗസൈഡ് വന്നിങ്ങനെ കാണാൻ പറ്റില്ല, ചെറിയൊരു ഇതൊക്കെ ആയിട്ട് വരും. അതുപോലെ ഇങ്ങനെ കരിച്ചിൽ വരും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഈ ഫംഗസ് വന്ന് വരുന്നതാണ്. ഇതുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ നമ്മളോട് പറയും ഇന്ന അസുഖങ്ങളുണ്ട്, എനിക്ക് ഫംഗസ് വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ട വളം വേണം, വൈറ്റമിൻ വേണം പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ലേ, ഇതിപ്പോ മഴ ആയതുകൊണ്ട് മരുന്നടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെതായ ഒരു ഫാൾട്ട് ഉണ്ട്. നമുക്ക് ഇന്ന് മഴയാണ്, ഒരു മരുന്ന് പുഴു വരുന്നുണ്ട് കേട്ടോ. പുഴുണ്ടല്ലേ? മരുന്നടിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ. സംശയം ചോദിക്കട്ടെ, ഈ താമര തന്നെ വിത്തുണ്ടാകാറുണ്ടോ? താമര വിത്ത് ഉണ്ടാവും. ഇപ്പൊ അഹിലയ്ക്ക് ഉണ്ടാവും. അതുപോലെ സീഡ് പോഡ് ഉണ്ടെങ്കിൽ അതിന് വിത്ത് ഉണ്ടാവും. അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. നമുക്ക് താമര പൂവേൽ എത്ര വിത്തുണ്ടാവും? ഹൈബ്രിഡ് വിത്താണ് മുളയ്ക്കുവോ? അത് മുളച്ച് എനിക്ക് പൂവുണ്ടായിട്ടുണ്ട്. അതെയോ? എനിക്ക് വേറെ ഈ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് പഴയ പോലെ ഇതുപോലെ ഒരു പോട്ടാക്കി പൂവ് അതിലേക്ക് വരും? അതിൻ്റെ വിത്ത് നമ്മൾ മുളച്ച് ഒരു 1 മാസം കൊണ്ട് അത് മുളച്ച് ഒരു മാസം ഒരു 2-3 ആഴ്ച പതുക്കെ മുളച്ച് വീണ്ടും അതിൻ്റെ ഇത് വരും. അപ്പോൾ നമ്മളത് മാറ്റി മണ്ണിലേക്ക് നടണം. ഒരു 6 മാസമെങ്കിലും പിടിക്കാറ് ഈ വിത്ത് മുളച്ച്? ഇല്ല, എനിക്കിപ്പോൾ അനുഭവത്തിൽ ഉണ്ടായത് അത്രയും 4 മാസം. വിത്ത് മുളച്ച് കഴിഞ്ഞാൽ 3 മാസം കൊണ്ടാവും. 4 മാസം കൊണ്ട് എനിക്ക് ഉണ്ടായി. അപ്പം തുക ഇരട്ടിക്കുമല്ല, അല്ലാതെ അത് എല്ലാ ഇനത്തിനും ഇല്ല. ഇനി നമ്മളിപ്പോ എത്രയാ 3 ടൈപ്പല്ലേ ഞങ്ങളെ കാണിച്ചു തന്നത്? ഇത് വാട്സന. ഇത് പറഞ്ഞില്ലല്ലേ? ഇത് വലിപ്പത്തിലുണ്ടെന്ന് തോന്നല്ലേ പൂവ്? വലിപ്പത്തിൽ പൂവുണ്ട്. ഇതിന്റെ വിത്ത് മുളയ്ക്കുവോ? ഇല്ല, ഇതിന്റെ മുളയ്ക്കില്ല. മുളയ്ക്കുന്നത് അഹില, അതുപോലെ റാണി റെഡ്. ചേട്ടാ, ഇവിടെ ഈ കാണുന്ന കുളം ഉണ്ടല്ലോ, ഈ കുളത്തില് മീൻ വളത്തിലുണ്ടോ? മീൻ ഇത് സീഡ് പോടാ. ഇത് സീഡ് പോടാ. ഇത് വിത്താണോ? അത് വിത്താണ്. അല്ല, ചിലത് അത് കുറച്ചുകൂടെ കുളന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ലതാണ്. എല്ലാ വിത്തൊന്നും സീഡ് പോടുള്ളത് വിത്താവൂല. പക്ഷെ ചിലത് ഫോം ചെയ്യും. നാളെ ഇടയ്ക്ക് അപ്പോൾ ഇത് ഈ താമരപ്പൂ ഇത് നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എന്ത് പൂക്കളാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുവാണ് വീണ്ടും വീണ്ടും അത് ആ ചെടിക്ക് ഗ്രോത്തിന് നല്ലത്. ഇപ്പോൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും അത് പിന്നെ ആ തണ്ട് അഴുകിയിട്ട് ഇതിൻ്റെ ചോടയിലേക്ക് അഴുക്കൽ പിടിക്കാനുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് കളയുവാണ്. ഇത് പൂക്കളുടെ എതള് ഇതിൻ്റെ ആ കളറും ഒക്കെ ഈ പൂക്കളുടെ എതിലങ്ങനെ ഡാമേജ് ആയി പോയി കഴിയുമ്പോഴത്തേനും നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുവാണ് നല്ലത്, അല്ലെങ്കിൽ കളയുവാണ് നല്ലത്? കളയുന്നില്ല, നിർത്താറില്ല. നിർത്തി കഴിഞ്ഞാൽ ഈ പോലെ കേടുണ്ടാകാൻ സാധ്യതയുണ്ടോ? കേടില്ല. ഇത് നമുക്ക് അങ്ങനെ ഈ
കരിഞ്ഞ ഇലയും കരിഞ്ഞ തണ്ടൊക്കെ നിൽക്കുന്ന ഒരു ഭംഗിയല്ലേ? ഭംഗിയാണ്. അല്ല അങ്ങനെ കളയാണ് നമുക്കിപ്പോൾ ഇത്രയും ഇതുകൊണ്ടും കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഞങ്ങളിപ്പോൾ ഒരു ഭായി ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ ഉണ്ട്. മറ്റുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലൊക്കെ അതല്ലേ, ഒരാൾ സ്ഥിരമായിട്ടുണ്ടല്ലേ? ആ ഹാ ഹാ. ഒരു പോട്ടിന് എന്നാ വില വരുന്നുണ്ട്? 1000 മുതൽ ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പോട്ടിൽ 250-300 റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന നട്ടിട്ടുണ്ട്. ചെറിയ പോട്ടിൽ 1000, 500, 550 അങ്ങനെ പല റേറ്റിലുണ്ട്. അതിൻ്റെ പോട്ടനുസരിച്ചാണ്, പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് 250 ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ പോട്ടിൽ. അപ്പോൾ ദൂരെയായാലും നമുക്ക് അയക്കുന്ന കൊടുക്കുന്നതിനും അപ്പോൾ സാധിക്കും. അതെല്ലേ, നട്ടിട്ടുള്ളൂ. ഈ താമരയുടെ ഈ കിഴങ്ങ് മരുന്നാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കിഴങ്ങ് നല്ല ആയുർവേദ മരുന്നിന് മെഡിസിനായിട്ട് അത് പലരും വന്ന് വാങ്ങാറുണ്ട്. ഇങ്ങനെ മെഡിസിനായിട്ട് പറഞ്ഞുകൊണ്ട് വാങ്ങാറുണ്ട്. അതിൽ ചിലർ കൊച്ചുകുട്ടികളുടെ തല ഇങ്ങനെ എന്തോ തലച്ചോറിന് എന്തോ കംപ്ലൈൻറ്റ്, ഇങ്ങനെ വാസം മറ്റോ തലച്ചോറ് ഇങ്ങനെ അത് തല പൊതിയാനായിട്ട് താമരയിലേയും കൊണ്ടുപോയിട്ടുണ്ട്. ഓ അങ്ങനെയുണ്ടല്ലേ, കുഞ്ഞു പിള്ളേരുടെ. കൊച്ചുകുട്ടി ഇനി അടുത്ത പൂ ഏതാ? വേറെ നമ്മളിപ്പോൾ 4 ഇനമല്ലേ കണ്ടത്? പിങ്ക് ക്ലൗഡ് ഏതാ? അത് ഇപ്പം നമ്മൾ അത് ലക്ഷ്മി എന്ന് പറയും. ഇത് കാണിച്ചില്ലോ, തമോയുടെ അതേ തന്നെ, പക്ഷെ ഇതിൻ്റെ നടുക്കൊരു പച്ചപ്പുണ്ട്. ഇത് ലക്ഷ്മി അല്ലേ? തമോയ്ക്ക് ഈ പച്ചപ്പ് കാണില്ല. തോന്നുന്നത് എല്ലാവരും വലിപ്പമുള്ള പൂവ് അല്ല, ഇതും അതല്ലേ. ഈ കുറച്ച് സീഡ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇത് അതെല്ലാം സീഡ്. അതൊന്നും സീഡല്ല. അതിനൊന്നും സീഡ് ഉണ്ടാവില്ല. ഇല്ല, ഇത് സീഡ് പോടാ. ഇത് ഇപ്പൊ സീഡ് പോടുള്ളത് സീഫലിന്റെ ബൾബിന്റെ പോലെ ഇരിക്കുമല്ലേ? ഇത് സീഡ് പോടാ. ഇതിന് ചിലപ്പോൾ വിത്ത് ഉണ്ടാവില്ല. അതുപോലെ അഹിലയ്ക്കും സീഡ് പോടുണ്ട്. അതിലും അഹില. അതുപോലെ റാണി റെഡ് എന്നുള്ള അതിപ്പോൾ പൂ വിരിഞ്ഞിട്ടില്ല, അതിൽ സീഡ് പോഡ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഈ ചെടികളൊക്കെ ഓരോ കാലങ്ങൾ മാറും തോറും പുതിയ പുതിയ വെറൈറ്റി തൈകൾ വരുന്നുണ്ടല്ലോ. താമരയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ആ പഴയ കാലഘട്ടത്തിന്റെ പ്രൗഢി ഇപ്പോഴും എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് അഖിലയ്ക്കും സീഡ് പോഡ് ഉണ്ട്. അതിനും വിത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടാവാറുണ്ട്. അഖിലയുടെ വിത്ത് കെട്ടയ്ക്ക് വേറൊരു വെറൈറ്റി പൂ കിട്ടി, വേറെ കളറിൽ അതിൻ്റെ വിത്ത് കെട്ടിട്ട്. വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. ഞാൻ പറയാം, പിങ്ക് ക്ലൗഡ് വിരിഞ്ഞ് നിൽക്കണോ നോക്കട്ടെ. ഫ്രണ്ടിൽ അത് വൈറ്റ് പിയോണി. വൈറ്റ് കാണിച്ചില്ല അല്ലേ? ഇത് വൈറ്റ് പിയോണി. ഇത് വൈറ്റ് പിയോണി വെള്ള കളറിലിരിക്കും. ഇത് അധികം പൊക്കം വയ്ക്കാത്ത വെറൈറ്റിയാണ് വൈറ്റ് പിയോണി. അധികം പൊക്കം വെക്കത്തില്ല. അധികം പൊക്കം ഡാർക്ക് വെറൈറ്റിയാണ്. അതുപോലെ പിങ്ക് ക്ലൗഡ് ഉണ്ട്. പക്ഷേ ഇതും ഡാർക്ക് വെറൈറ്റിയാണ്. ഇത് അമേരിക്ക മേലിയ എന്നതിൻ്റെ പേര്. ഡാർക്ക് വെറൈറ്റി. ഇത് ഒരു താമരപ്പൂവ് എത്ര ദിവസം വരെ ഇതുപോലെ തന്നെ നമ്മൾ പറിക്കാതിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പൂ വിടർത്താതിരിക്കുവാണെങ്കിൽ ഇരിക്കും? അതെയോ? ഒരു 5 ദിവസം. 5 ദിവസം അതെല്ലേ? ഈ പൂവ് നമ്മളിപ്പം ചേച്ചി കാണിക്കുന്ന പോലെ ഇങ്ങനെ പൂ വിടർത്തി ഇരിക്കുന്നതാണോ, അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ കൂമ്പി ഇരിക്കുന്നതാണോ അധികം ഡാമേജ് ആകാതിരിക്കുന്നത്? ഇത് അധികം വിടരുന്നതിന് മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസവും കൂടെ അത് ആ പൂവ് ലാസ്റ്റ് ചെയ്യും. അതെയോ? അതേ മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും അല്ല, നമ്മൾ തന്നെ. ഓ അങ്ങനെയല്ലേ? അതല്ലേ, വിടർന്നിരിക്കും. അതാണ് അതിന്റെ പരുവ് അല്ലേ? നിൽക്കാനുള്ളത്. അതല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഇതിലും പിടിച്ച് കൊടുത്തിലാണ് അത് ശരിക്കുണ്ട്. നമ്മൾ തെങ്ങിന്റെ വലിയ കൊലയൊക്കെ കെട്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെ കൃഷിയുള്ളേ? നമുക്ക് മെയിനായിട്ട് തെങ്ങ്, ജാതി, അടയ്ക്കാമരം, വാഴ, പച്ചക്കറികൾ. പച്ചക്കറിയൊക്കെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണോ? അതെ, നമുക്ക് ആവശ്യം. പിന്നെ ബാക്കിയുള്ള മാർക്കറ്റിൽ ആരെങ്കിലും കൊടുക്കും. എത്ര ഏക്കറിലുള്ള കൃഷിയാണുള്ളത്? 3 ഏക്കർ. ഇതെല്ലാം ഇടവളയായിട്ട്, ഫുൾ എല്ലാം ഇടവളയായിട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫൈനെ വെച്ച് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മളുണ്ട്. ഞാൻ പശുവുണ്ട്? പശുണ്ട്. എല്ലാം ഉണ്ട്.
പശുണ്ട്. സൊസൈറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറവില്ല, ഇപ്പോൾ കറവില്ല. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലറിയാണ് നമ്മൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത്. ചാണാപ്പൊടിയൊക്കെ ഇവിടെ കൊണ്ട് ഇടുകയും ചെയ്യാം അല്ലേ? സ്ലറിയായിട്ട് ഉപയോഗിക്കണം നമ്മൾ മറ്റുള്ള ജാതികൾക്കും ഇതിനും കാര്യങ്ങൾക്കൊക്കെ. വേറെ ക്യാഷ് കൊടുത്ത് മേടിക്കണ്ട. വേണ്ട അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെ പോകുന്നു ഈ താമര കൃഷിയിൽ? താമര നഴ്സറി ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ ഹാപ്പിയാണോ? പിന്നെ തീർത്തും ഹാപ്പിയല്ലേ. കൃഷി എന്ന് പറയുന്നത് ഹാപ്പിയാണ്. കാര്യത്തിൽ പിന്നെ ഒരു പ്രശ്നം ഇപ്പോഴാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഇവിടെ തേങ്ങയ്ക്ക് 40-50 കിട്ടും. നമുക്ക് പിന്നെ എന്താ ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് തീർച്ചയായിട്ടും ബിസിനസ്സായിട്ട് തന്നെ പോകുക. കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അല്ല, അത് നമുക്ക് ഇത്ര സ്ഥലം തന്നെ മതി. നമുക്കത് കൂടുതലായിട്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ റിസ്ക് കൂടുമല്ലോ. ഈ വഴിയെ ആൾക്കാർ പോകുമ്പോൾ തന്നെ താമര വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി മിക്കവാറും നമ്മളിവിടെ ഉണ്ടാവും. പുള്ളിക്കാർ മിക്കവാറും തന്നെ ഉണ്ടാവും. ഞാൻ മറ്റുള്ള കൃഷി കാര്യങ്ങളിലേക്ക് പോകും. പുള്ളിക്കാർ ഇവിടെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കും. ഞങ്ങളെ രണ്ടുപേരും ആരും വിളിച്ചാൽ അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് എടുത്ത് കൊടുക്കും. അപ്പോൾ രാത്രി ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. ഒത്തിരി സന്തോഷം. എത്ര വയസ്സുണ്ട്? എനിക്ക് 60 വയസ്സ്. ആണെങ്കിലും ചേട്ടനും ചേച്ചിയുടെ അഘോരാത്രം നല്ലൊരു പ്രയത്നം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് കാര്യത്തിൽ നമുക്ക് പ്രയത്നം ഇല്ലാണ്ട് പറ്റില്ല. കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വളം ഇടുന്ന സമയത്ത് വളം ഇടണം, അതുപോലെ കള പറിക്കണം. പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് അവരോട് സംസാരിക്കണം. കാണാനായിട്ട് തന്നെ ആൾക്കാരുണ്ട്. മേടിക്കാൻ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വരാം. അങ്ങനെ പിന്നെ വരുന്നവരുണ്ട്. ആമ്പലുണ്ട്. പിന്നെ നമുക്ക് ഇനി ആമ്പലിൻ്റെ ഐറ്റത്തിലേക്ക് മാറിയാലോ? ഇത് ആമ്പലിൻ്റെ നമ്മൾ സെപ്പറേറ്റ് തിരിച്ചു വെച്ചാക്കും അല്ലേ? അത് തന്നെ വിരിഞ്ഞു. ആമ്പലിൻ്റെ വേറൊരു സെക്ഷൻ ആയിട്ട് തന്നെ അല്ലേ? അതെ അതെ. ഇത് ബുൾസൈ ഫ്രഷ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള വിരിഞ്ഞകളാണ്. വെച്ചിട്ട് 2-3 ദിവസം 3 ദിവസമാണ് ഒരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ. ബുൾസൈ നിറയായിട്ട്. ഇത് നോക്കട്ടോ പേര് ഇത് ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡാ തിരിച്ചറിയില്ല. ഇത് അതല്ലേ? അതിൻ്റെ പേര് എനിക്ക് അത്രയങ്ങ് അറിയില്ല. അതല്ലേ? എല്ലാത്തിനും പേര് എനിക്ക് ആമ്പൽ തന്നെ ഒത്തിരി ഐറ്റം ഉണ്ടല്ലേ? ഇതുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ സ്റ്റഡി ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ആമ്പല് പല വെറൈറ്റി ഉണ്ട്. സിജേ, നമ്മൾ ഇതിൻ്റെയൊക്കെ സയന്റിസ്റ്റ് ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ചെറ പറയാന്ന് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം ഒരു പൂവിന്റെ പേര് വെച്ച് പഠിച്ചാൽ മതി. അല്ല, നിനക്ക് പേര് ഇപ്പൊ കിട്ടില്ലെന്നുള്ളൂ. സബ്സ്റ്റൂൺ. പിന്നെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോ എങ്ങനെ ആൻസർ പറയാനാ? അല്ല, ഇത് സബ്സ്റ്റൂൺ ആണെന്ന്, മഞ്ഞ കളറ്. അതല്ലേ? ഇതിന്റെ പേര് എനിക്ക് അത്ര കിട്ടുന്നില്ല. മഞ്ഞപ്പൂവാണ് ഇത്. വെറൈറ്റി. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഈ ആമ്പലിലേക്കൊക്കെ താമര പൂവൊക്കെ ആണ് ഒരു മനസ്സിനൊരു കുളിർമ. തീർച്ചയായിട്ടും എനിക്കൊന്ന് റോസപ്പൂവിനെക്കാളും അത് വേറെ എന്തും പൂവും നമ്മളൊരു ചെടി നട്ട ഒരു പൂവ് ഉണ്ടായാലും എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് അതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. വാട്ടറിൽ നിന്ന് ഒരു പൂ വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ വേറെ ഒരു സംഭവമാണ്. എന്നാ തിജി പറയാനുള്ളത്? അത് തന്നെ വളരെ മനോഹരമായിരിക്കും. എത്ര തരം ആമ്പലാന്ന് നമുക്ക് പറയാം. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ കാണണേ. ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ. ഇങ്ങനെ ഒരു തോട്ടം വീണ്ടും കാണാനും പരിചയപ്പെടാനും വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഒരു ബിസിനസ്സായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത വർഷം വരുമ്പോൾ ഇതുപോലെ കൂടുതൽ പൂ വിരിഞ്ഞ് വലിയ വലിയ ബിസിനസ് സംരംഭമായിട്ട് ഞാനോർത്ത് ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞ് മാറിയിട്ട് 2-3 സ്റ്റാഫൊക്കെ കാണുന്നത് നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ലാഭമൊന്നും മേടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതാണോ? അത്യാവശ്യം ലാഭം, അതിന് അമിത ലാഭമൊന്നുമില്ല. നമ്മൾ പറ്റുന്നോണം കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കൂലി മാത്രം. കഷ്ടപ്പെടുന്നതിന്റെ കൂലി. കാരണം നമുക്കത് അവരത് അവർ കൊണ്ടുപോയത് ഉപകാരപ്പെട്ടെന്ന് കേട്ടതാണ് നമുക്ക് സന്തോഷം. പോയി നോക്കുമ്പോൾ നമ്മളത് വേറെ ഇങ്ങനെയുള്ള ഈ പോട്ടിക്കൂടെ ഗപ്പിമീനോട് വേണമെങ്കിൽ വളക്കാൻ മേലെ സൈഡായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളാ മരുന്നടിക്കുമ്പോൾ പ്രശ്നമാണ്. പിന്നെ വേറെ ഈ കൊതുകിൻ്റെ മുട്ടയിടാണ്ടിരിക്കാൻ വേണ്ടി തവളകളുണ്ടാവും. സന്ധ്യാകുമ്പോൾ തവളകൾ ഇങ്ങനെ ഇറങ്ങി ഓ അത് പഴയ കാലത്ത് നമ്മൾ ഈ പടത്തറ പോകുമ്പോൾ കേൾക്കൂലേ, അതുപോലെ ആയിരിക്കും സൗണ്ട്. നല്ല രസമാണ് അതിൻ്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഗപ്പി പക്ഷെ ഞാൻ ഇട്ടിട്ട് വെയിലിന്റെ ചൂട് കാരണം കൊണ്ടാണോന്ന് അറിയില്ല. കുമ്മായ നമ്മൾ കോപ്പറോക്സി ക്ലോറൈഡ് അടിച്ചു കൊടുക്കണേ. അപ്പോൾ ആ സാധനത്തിനകത്ത് ഇത് വരുമ്പോൾ അതിൻ്റെ ഇത് ചത്തു പോകണം. അത് അതല്ലേ?
ഇതിനകത്ത് നമുക്കിപ്പം അസോള ഇട്ട് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാം, കൊതുക് മുട്ടയിടൊന്നുമില്ല. അസോള ഇടാം, ഷോ ആയിരിക്കും. അപ്പം അത് അപ്പോൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കൊതുകിന് പ്രശ്നം വരില്ല. അസോള കവർ ചെയ്യുമ്പോൾ മുട്ടയിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താലും മതി. അപ്പം നമ്മൾ കുളം പണിയുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ തന്നെ കുളത്തിൻ്റെ ഇത് ആമ്പൽ വെക്കാനായിട്ട് തന്നെ ഒരു സെൻറ്റർ ഭാഗത്തൊരു പോർഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ലുക്ക് ആയിരിക്കും അല്ലേ? എൻ്റെ അഭിപ്രായം പറഞ്ഞോ. നമ്മളിവിടെ ഇവിടെ പൂത്താക്കളൊരു പാർട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി ഇവിടെ ഒരു മീൻകുളം ആണേലേ, മീൻകുളം അല്ല വീടിന്റെ മുറ്റത്തുള്ള ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പുള്ളിക്കാർക്ക് അവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുത്ത് 15 താമര കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കുളത്തിൽ നിന്നാണ് ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിലേക്ക് വളർന്നു പോകുകയല്ലേ? ഇത് ഈ പൂവിന്റെ ആ തണ്ടിന്റെ ലെന്ത് അത്രയും ഇതായിരിക്കും മാക്സിമം. നാടനാണ്, അങ്ങനെ നമ്മൾ കൂടുതൽ കുളത്തിൽ നിന്നൊക്കെ പൊങ്ങി വരുന്നുണ്ടാവും. അല്ല, ഇതും കുഴപ്പമില്ല. നമ്മൾ ഇതിപ്പോൾ നല്ല പൊക്കം വെക്കുന്ന വെറൈറ്റിയാണ് ഈ തമോയൊക്കെ. അതിപ്പോൾ നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇങ്ങനെ ഇങ്ങനെ ഈ അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയായാലും ചെയ്യാം നമുക്ക്. ഒത്തിരി സന്തോഷമുണ്ട് ഈ തോട്ടം നല്ല രീതിയിൽ പോകുന്ന കാരണം. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ചേച്ചിയുടെ അമ്മ 2 മാസം മുമ്പാണ് മരിച്ചു പോയത്. സുഖമില്ലാതെ കിടപ്പായിരുന്നു. അപ്പോൾ അമ്മയുടെ പരിചരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചിക്ക് അധികം നാൾ ഈ തോട്ടത്തിലേക്ക്, അതായത് ഈ നഴ്സറിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കാരണം ഈ കാണുന്ന കളർഫുള്ളൊന്നും ഇല്ല എങ്കിൽ തന്നെ കഴിഞ്ഞ കാലത്തെക്കാളും ബെറ്ററാണ്. സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നിവിടെ വാങ്ങുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കാർഫാദർ.